മിസ്റ്റർ, ഞങ്ങളുടെ റൂമിൽ പെട്ടെന്നൊരാളെ കണ്ടപ്പോ എന്റെ ശ്രീമതി ഭയന്നുപോയി. ഐ എം ഉണ്ണികൃഷ്ണൻ. വേണമെങ്കിൽ മേജർ ഉണ്ണികൃഷ്ണൻ എന്ന് പറയാം, ബട്ട് എക്സ് മേജർ ആണെന്ന് മാത്രം. ബൈ ദ വേ, വാട്ട് ഈസ് യുവർ നെയിം? വിഷ്ണു. നൈസ് നെയിം. എവിടെയാ നാട്? ഒറ്റപ്പാലം. സർപ്രൈസിങ്. എന്റെ ഭാര്യയുടെ നാട്ടുകാരനാണല്ലോ. അപ്പൊ നിങ്ങൾ പഴയ പരിചയക്കാരായിരിക്കും. ഒരു കമ്പനി ഇല്ലല്ലോ എന്ന് ഓർത്ത് വിഷമിച്ചിരിക്കുകയായിരുന്നു. അപ്പൊ വന്നു കിട്ടിയതോ ഭാര്യയുടെ നാട്ടുകാർ. ഐ എം വെരി ഗ്ലാഡ് ടു മീറ്റ് യു മിസ്റ്റർ ഇന്ദ്രൻ. ബൈ ദ വേ, വിഷ്ണു. സോറി മിസ്റ്റർ വിഷ്ണു. വിഷ്ണു മദ്രാസിലേക്കാണോ? അതെ. മദ്രാസിൽ എന്ത് ചെയ്യുന്നു? ഒരു പ്രൈവറ്റ് കമ്പനിയിലെ അക്കൗണ്ടന്റ് ആണ്. നിങ്ങളുടെ ഇത്രയും കാലത്തെ എക്സ്പീരിയൻസിൽ നിങ്ങൾ കൂട്ടിക്കിഴിച്ച് കൃത്യമായി എഴുതി വെച്ച ഏതെങ്കിലും കണക്കുകൾ തെറ്റിയിട്ടുണ്ടോ? സാർ എങ്ങോട്ടാണ്? നോ സാർ ബിസിനസ്. എന്റെ പ്രായമനുസരിച്ച് ചേട്ടാന്ന് വിളിക്കാം, വേണമെങ്കിൽ മേജർന്നും വിളിക്കാം. ഞങ്ങള് മദ്രാസ് മെഡിക്കൽ കോളേജ് ഒന്ന് വിസിറ്റ് ചെയ്യാൻ പോവാ. എന്റെ ഹാർട്ടിന്റെ ഒരു വാൽവിന് എന്തോ തകരാറുണ്ടെന്ന് ഡോക്ടർമാർ പറയുന്നു. അത് ശരിയാണെന്ന് മെഡിക്കൽ കോളേജിലെ ഡോക്ടർ ചെറിയാനെ കൊണ്ട് സമ്മതിപ്പിക്കണമെന്ന് ഇവക്കൊരു നിർബന്ധം. ശരി, ആയിക്കോട്ടെ എന്ന് ഞാനും വിചാരിച്ചു. എന്ത് പറ്റിയതാ? എന്തിനാ അതൊക്കെ പറയുന്നു? ഇതൊരു ഗോൺ കേസാ. മിസ്റ്റർ വിഷ്ണു, കറുത്ത കണ്ണട വെച്ചുകൊണ്ട് സംസാരിക്കരുത്. സംസാരിക്കുമ്പോൾ കണ്ണുകൾ പരസ്പരം കണ്ടാലേ മനസ്സിന്റെ വികാരങ്ങൾ മനസ്സിലാവൂ. യു ഫോളോ മീ. എനിക്ക് എന്നെപ്പോലെ തുറന്ന മനസ്സുള്ളവരെയാണ് ഇഷ്ടം. മുഖം മൂടി വെച്ചവരെ എനിക്കിഷ്ടമല്ല. സോറി, തുറന്നു പറഞ്ഞതിൽ. ഇറ്റ്സ് ഓൾ റൈറ്റ്. വിഷ്ണുവേട്ടന്റെ കണ്ണുകൾക്ക് എന്തു ഭംഗിയാ. എപ്പോഴും ഇത്തിരി നനഞ്ഞ് സ്വപ്നം കാണുന്ന കണ്ണുകൾ. എന്തിനാ വിഷ്ണുവേട്ടാ ആ നല്ല കണ്ണുകൾ ഈ കറുത്ത കണ്ണട വെച്ച് മറയ്ക്കുന്നത്? അതിങ്ങോട്ട് തരും. അപ്പോ അത് ശരി, എന്റെ കണ്ണുകൾ കാണുന്നത് വിഷ്ണുവേട്ടന് ഇഷ്ടമല്ല അല്ലേ? നിന്റെ കണ്ണുകൾ മാത്രമല്ല എന്റെ അമ്മ, നിന്റെ എല്ലാം എല്ലാം എനിക്കിഷ്ടമാണ്. നിന്റെ എല്ലാം എല്ലാം എനിക്കിഷ്ടമാണ്. ഞാന് ഒന്ന് ബാത്റൂം വരെ പോയിട്ട് വരാം. വേണ്ട വേണ്ട, താൻ വരണ്ട, ഞാൻ ഒറ്റയ്ക്ക് പോയിക്കോളാം. മാനത്തെ നിറങ്ങൾ മറഞ്ഞാലും മാനത്തെ നിറങ്ങൾ മറഞ്ഞാലും മനസ്സിലെ മഴവില്ലേ മായല്ലേ. മാനത്തെ നിറങ്ങൾ മറഞ്ഞാലും സങ്കൽപ്പമാകെ സംഗീതമേള
സങ്കൽപ്പമാകെ സംഗീതമേള ഹൃദയം നിറയെ സ്വപ്നങ്ങൾ ജീവനിൽ വിരിയും ഉലകങ്ങൾ മാനത്തെ നിറങ്ങൾ മറഞ്ഞാലും മനസ്സിലെ മഴവില്ലേ മായല്ലേ മാനത്തെ നിറങ്ങൾ മറഞ്ഞാലും പ്രേമ സുധാരസം നുകരാനായി പ്രേമ സുധാരസം നുകരാനായി പകർന്നു പകർന്നു നിമിഷങ്ങൾ ഉയരും ഉയരും ചഷകങ്ങൾ മാനത്തെ നിറങ്ങൾ മറഞ്ഞാലും മനസ്സിലെ മഴവില്ലേ മായല്ലേ മാനത്തെ നിറങ്ങൾ മറഞ്ഞാലും അമ്മ വീണ്ടും ഇങ്ങനെ കണ്ടുമുട്ടുമെന്ന് ഒരിക്കലും വിചാരിച്ചതല്ല. നിന്നെ വിഷമിപ്പിക്കാനായി ഞാൻ കടന്നു വന്നല്ലേ. അമ്മൂന് സുഖമാണോ? അമ്മ കരയാണോ? ഇല്ല, ഞാൻ കരഞ്ഞില്ലല്ലോ. എനിക്ക് തോന്നിയതായിരിക്കും. കുഞ്ഞുങ്ങളില്ലേ? മോളായിരിക്കില്ലേ? ഒരിക്കലും മോളായിരിക്കില്ല. ഒരിക്കലുമല്ല, മോളായിരിക്കും. മോനായിരിക്കും. മോളായിരിക്കും. മോനായിരിക്കും. മോളായാലും മോനായാലും പൊന്നുപോലെ നമ്മൾ വളർത്തും. ഇപ്പൊ മോനുമില്ല, മോളുമില്ല. നിങ്ങൾ രണ്ട് പാർട്ടിയും കൊള്ളാം. ഒരേ നാട്ടുകാരാണെന്ന് പറഞ്ഞിട്ട് മിണ്ടാതിരിക്കുക. വളരെ കാലം കൂടെ കാണുകയല്ലേ, എന്തെല്ലാം വിശേഷങ്ങൾ പറയാൻ കാണും. മിസ്റ്റർ വിഷ്ണു, നേരത്തെ ഈ പാർട്ടിയുടെ പ്രകൃതം ഇങ്ങനെ തന്നെയാണോ? ഇതാ ഒരു കുഴപ്പം. ഒന്നോർത്താലുണ്ടല്ലോ, വിവാഹം കഴിക്കാതിരിക്കുക ഉത്തമം. ഈ വാമഭാഗത്തിന്റെ അത് പാടില്ല, ഇത് പാടില്ല, മറ്റേത് പാടില്ല, ഈ വിലക്കുണ്ടല്ലോ, അതാ സഹിച്ചുകൂടാത്ത. ആർമിയിലുണ്ടായിരുന്നപ്പോ എനിക്കുണ്ടായിരുന്ന 3 ദുശീലങ്ങളില് ഇത് മാത്രമേ ബാക്കിയുള്ളൂ. ഇതോടെ നിർത്തണമെന്നാ ഇവള് പറയുന്നത്. മറ്റേതൊക്കെ അറിഞ്ഞിരുന്നെങ്കിൽ എന്നേ ഡൈവേഴ്സ് നടന്നേനെ. അതൊക്കെ വലിയ കഥകളാ കുട്ടി. പട്ടാളത്തിൽ വെച്ച് ഒരു ട്രക്കിൽ നിന്ന് വീണതിന്റെ സമ്പാദ്യമായത്. അല്ല, ഒരു കാലിന്റെ ബാലൻസേ നഷ്ടപ്പെട്ടുള്ളൂ. തല ചെതറിപ്പോണ്ടതായിരുന്നു. ഇവിടെ ഭാഗ്യം, ഒന്നും സംഭവിച്ചില്ല. പക്ഷെ 3 മാസം മിലിറ്ററി ഹോസ്പിറ്റലിൽ കിടന്നു.
അതുപോലെ ആക്സിഡന്റോ മറ്റോ ആയി കിടക്കുമ്പോഴല്ലേ ജീവിതത്തിന്റെ ബാലൻസ് ഷീറ്റ് ഓഡിറ്റ് ചെയ്യാനുള്ള സമയം കിട്ടും. അല്ലേ മിസ്റ്റർ വിഷ്ണു? Am I boring you? നോ, ഇറ്റ്സ് വെരി ഇൻട്രസ്റ്റിംഗ്. ഞാൻ അധികം സംസാരിക്കുന്നത് എന്റെ ശ്രീമതിക്ക് ഇഷ്ടമല്ല. അല്ല, അതിനൊരു കാരണമുണ്ട്. ഇവിടെ ഒരു അമ്മാവനുണ്ട്, ഒരു പരമ ബോറൻ ലാത്തി. ഇവിടെ വ്യാരം ഞാനും അതുപോലെ എന്നാ. ഒരുപക്ഷെ വിഷ്ണു ഇവിടെ അമ്മാവനെ അറിയുമായിരിക്കുമല്ലോ. അയാളാണോ ഞാനാണോ കൂടുതൽ ബോറൻ? വിഷ്ണു എന്ത് പറയുന്നു? മിസ്റ്റർ വിഷ്ണു, എനിക്ക് തന്നെ വളരെ ഇഷ്ടപ്പെട്ടു. നിങ്ങളെപ്പോലുള്ള ഒതുങ്ങിയ പ്രകൃതക്കാരെയാണ് എനിക്കിഷ്ടം. ഈ ബോറടിക്കുന്ന സമയങ്ങളിൽ മദ്യം ഒരു അനുഗ്രഹമാണ്. ആട്ടെ, വിഷ്ണു മദ്യപിക്കൂ? ആ, കൊള്ളാമല്ലോ. നാട്ടുകാർ രണ്ടും കൊള്ളാം. സത്യത്തിൽ മദ്യപാനിയും പരുക്കനുമായ എന്നേക്കാൾ മിതഭാഷിയും ഒതുങ്ങിയ പ്രകൃതക്കാരനുമായ നിങ്ങൾ ഇവക്ക് ചേരുന്നത്. പക്ഷേ എന്നേക്കാൾ മദ്യപാനിയും ബോർണുമായി ഇവിടെ അമ്മാവൻ. ആള് ബാച്ചിലറാ. എക്സ്ക്യൂസ് മീ, ഞാൻ ഒരു അല്പസമയം ശ്രീമതിയുടെ മടി തലവെച്ച് കിടക്കുന്നതില് മിസ്റ്റർ വിഷ്ണുവിന് അസൗകര്യമൊന്നുമില്ലല്ലോ? എല്ലാം സഹിക്കാം. ഈ സ്ത്രീകളുടെ മുടി മുഖത്ത് വീണ എനിക്ക് അലർജിയാണ്. പാലാട്ട് കോമനെ പണ്ട് മുടിക്കുള്ളിലാ കാമി ഒളിപ്പിച്ചു വെച്ചത്. അത് ശത്രുക്കൾ വന്നപ്പോഴല്ലേ? ഇവിടെയും വന്നാലോ? എന്റെ ആളിന് ചുണയില്ലെങ്കിലേ ഉണ്ണിയാർച്ചയെ പോലെ ഉറുമിയുമായി ഞാൻ ഇറങ്ങും. ഓ, വാചകം മടിക്കാൻ പെണ്ണിന് 4 നാക്ക. അടുത്ത സ്റ്റേഷനിൽ ചെല്ലുമ്പോ താൻ ഒരു അരക്കുക്ക് റം സംഘടിപ്പിക്കണം. സ്റ്റേഷനൊന്നും പോകണ്ട, സാധനം ഇവിടെ തന്നെ ഉണ്ട്. ആഹാ, റമ്മല്ല, ബ്രാൻഡിയാ. അസൽ മെറ്റോൾ ബ്രാൻഡി. താനത് കൈ കൊണ്ടു നടപ്പാണോ?